ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ മരീചിക എന്ന ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. അവളുടെ പേര് വെങ്കിട്ടലക്ഷ്മി. അവൾ സഞ്ജു എന്നൊരു പയ്യനെ കുറെ നാളായി പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സഞ്ജു കാറി വരുമ്പോൾ അവനെ മരീചിക എന്നൊരു പെൺകുട്ടി വഴിയിൽ തടഞ്ഞു നിർത്തി കുറച്ച് ആളുകളുമായി അവിടെ വന്ന് സഞ്ജുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നതും അതൊക്കെ ദൂരെ മാറി നിന്ന് നമ്മുടെ നായിക വെങ്കിട്ടലക്ഷ്മി കാണുന്നതും അതിനുശേഷം ആ സ്ഥലത്തേക്ക് അവൾ പോകുന്നതിന് മുമ്പ് മരീചിക ഭയന്ന് ആ സ്ഥലം വിട്ട് ഓടുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നായിക എൻ്റെ സഞ്ജുവിനെ ഇങ്ങനെ ചെയ്ത മരീചികയെ ഞാൻ വെറുതെ വിടില്ല, നീതി കിട്ടാതെ ഞാൻ അടങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുന്നു. അവിടെ ഒരു ഇൻസ്പെക്ടർ ഇരിക്കുന്നുണ്ട്. നേരെ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മുടെ നായിക പൊട്ടിക്കരയാണ്. എന്തു പറ്റി, എന്താ പ്രശ്നം എന്ന് അയാൾ ചോദിക്കുമ്പോൾ, സാർ, ഞാൻ സഞ്ജു എന്ന പേരിലൊരു പയ്യനെ അതിതീവ്രമായി പ്രണയിക്കുകയായിരുന്നു സാർ. എന്നാൽ ആ മരീചിക എന്ന പെൺകുട്ടി എൻ്റെ സഞ്ജുവിനെ കൊന്നു കളഞ്ഞു സാർ. വേഗം വാ സാർ, അവളെ അറസ്റ്റ് ചെയ്യ് സാർ എന്ന് പറയാണ്. അപ്പോൾ അയാൾ, എന്താ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് എന്ത് മനസ്സിലാവും? സഞ്ജു ആരാ, മരീചിക ആരാ, നിനക്ക് എന്താ സംഭവിച്ചത്, മുഴുവനായി പറ എന്ന് അയാൾ വീണ്ടും ചോദിക്കുന്നു. സാർ, കഥ കേൾക്കാനുള്ള സമയമാണോ അത്? എൻ്റെ ജീവിതം തന്നെ അവസാനിക്കാൻ പോവാണ് സാർ. കുറച്ച് വേഗം വന്ന് ആ പെൺകുട്ടി അറസ്റ്റ് ചെയ്യുക സാർ എന്ന് നായിക കെഞ്ചി ചോദിക്കുന്നു. എന്നാലും ഇൻസ്പെക്ടർ, നീ സത്യം പറയുന്നവരെ ഞാൻ നിന്നെ വിടില്ല. നീ സത്യം പറഞ്ഞതിന് ശേഷം മാത്രമേ നീ പറയുന്ന പരാതി ഞാൻ എടുക്കൂ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് നായിക കാര്യങ്ങൾ പറയുന്നത്. സഞ്ജു ഈ കോളേജിനടുത്ത് ഒരു ബേക്കറി നടത്തുന്നുണ്ട് സാർ. ഈ നാട്ടിലെ സുന്ദരനാണെന്ന് വേണമെങ്കിൽ പറയാം. മരീചിക അമേരിക്കയിൽ നിന്നും വന്നൊരു പെൺകുട്ടിയാണ് സാർ. ഞാൻ ആ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ കഥയിലേക്ക് പോകുന്നു. കോളേജിനടുത്ത് തന്നെ ഈ ബേക്കറി ഉള്ളതുകൊണ്ട്, അതായത് സഞ്ജുവിന്റെ ബേക്കറി ഉള്ളതുകൊണ്ട് അവിടെ ഇടയ്ക്കിടെ ഒരുപാട് പെൺകുട്ടികൾ വന്ന് കേക്ക് കഴിക്കുകയും സഞ്ജുവിനെ നോക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സഞ്ജുവാണ് സിനിമയിലെ ഹീറോ. അതിലൊരു പെൺകുട്ടിയായി ആ ബേക്കറിയിൽ വരുന്നയാളാണ് നമ്മുടെ നായിക. നമ്മുടെ നായിക ഒരു പാവം പെൺകുട്ടിയാണ്. പല്ല് പൊന്തി കണ്ണടയൊക്കെ വെച്ച് എപ്പോഴും ആ ബേക്കറിയിൽ വന്ന് വീട്ടിലേക്ക് ബ്രെഡ് വാങ്ങി പോകും. കാരണം അവളുടെ അമ്മയ്ക്ക് ആ ബ്രെഡ് വളരെ ഇഷ്ടമാണ്. അവൾ എപ്പോൾ ബേക്കറി വന്നാലും കുറച്ചു നേരം ഹീറോയോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകും. ഹീറോയെ കുറെ നാളായിട്ട് അവൾ വൺ സൈഡായിട്ട് പ്രണയിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയോട് ആ പ്രണയം ഇതുവരെ പറഞ്ഞിട്ടില്ല. മറുവശത്ത് ആ ബേക്കറിയിൽ ഒരു 4 യുവാക്കളുണ്ട്. അവർ 4 പേരും ഹീറോയുടെ സുഹൃത്തുക്കളാണ്. എപ്പോൾ നോക്കിയാലും അവിടെ ഇരുന്ന് അവിടെ വരുന്ന പെൺകുട്ടികളെ നോക്കുകയാണ് അവരുടെ പണി. ഇപ്പോൾ കൂടെ നമ്മുടെ നായിക ആ ബേക്കറിയിൽ ബ്രെഡ് വാങ്ങാൻ വന്നിട്ടുണ്ടല്ലോ, അവളെ അവർ തെറ്റായ രീതിയിൽ നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബേക്കറിയിലേക്ക് ഒരു കപ്പിൾ വരുന്നു. അതിൽ ആ പെൺകുട്ടി നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട്, സഞ്ജു, ഇനി മുതൽ ഞാൻ നിന്നെയാണ് പ്രണയിക്കാൻ പോകുന്നത്, ഇതിനെ ബ്രേക്കപ്പ് ചെയ്യാൻ പോവാണ് എന്ന് പറയാണ്. എന്തിനാണ് ഇപ്പോൾ ദേഷ്യപ്പെട്ട് എന്നെ പ്രണയിക്കുന്നു എന്ന് പറയുന്നത്? ഇപ്പോൾ വീണ്ടും നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇവൻ എപ്പോൾ നോക്കിയാലും എൻ്റെ അച്ഛനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അല്ല സഞ്ജു, അവൾ അവളുടെ അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചു, കഷണ്ടി ആയിരുന്നു, അതാണ് കളിയാക്കിയത്, അതിന് കഷണ്ടി എന്ന് കളിയാക്കാമോ എന്നിങ്ങനെ അവരിങ്ങനെ ആ പ്രശ്നം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ദൂരെ നിന്ന് നായികയും നോക്കി കാണുന്നുണ്ട്. ഇങ്ങനെയാണ് കോളേജിൽ പെൺകുട്ടികൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സഞ്ജു അവിടെ അത് തീർത്തു കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ സഞ്ജുവിനെ എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമാവാൻ കാരണം. അതിൽ വളരെ സ്പെഷ്യലായിട്ട് നായികയ്ക്കും അവനെ ഇഷ്ടമാണ്. ഇപ്പോൾ അവരുടെ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റാണ് കാണിക്കുന്നത്. അവിടെയാണ് മരീചിക എന്ന സെക്കൻഡ് ഹീറോയിനെ കാണിക്കുന്നത്. നമ്മുടെ മരി ഉണ്ടല്ലോ, അവൾ അമേരിക്കയിൽ നിന്നും വന്നൊരു പെൺകുട്ടിയാണ്. അവൾക്ക് അത്രയ്ക്കൊന്നും തമിഴ് വരില്ല. എന്ത് സാധനം വേണമെങ്കിലും കുറച്ച് ഇംഗ്ലീഷിലെ ചോദിക്കും. അത് ആ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന പയ്യനും ശരിക്കും മനസ്സിലാവില്ല. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ മുട്ട വാങ്ങാൻ വന്ന നമ്മുടെ നായിക അതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ സെക്കൻഡ് ഹീറോയിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങാൻ അവളാണ് സഹായിക്കുന്നത്. എൻ്റെ പേര് ലക്ഷ്മി. ഓ, അങ്ങനെയാണോ? നിന്റെ നമ്പർ ഒന്ന് തരാമോ? ഞാൻ നാട്ടിൽ പുതിയതാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ച് സഹായം ചോദിക്കാം, അടുത്ത് തന്നെയാണല്ലോ വീട് എന്നവൾ പറയുന്നു. അങ്ങനെയാണ് ലക്ഷ്മിയും മരിയും അവിടെ നല്ല കൂട്ടുകാരികളായി മാറുന്നത്. ഇപ്പോൾ നമ്മുടെ നായിക ലക്ഷ്മിയുടെ വീടാണ് കാണിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകളാണ് അവൾ. അങ്ങനെ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് മരിയുടെ ഫോൺ കോൾ വരുന്നു. വീട്ടിൽ ചിക്കൻ ഉണ്ടാക്കാമെന്ന് കരുതാണ്, അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, നീ ബസാറിലേക്കൊന്ന് വരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മി അവിടെ പോകുന്നുണ്ട്. അങ്ങനെയാണ് മരിയുമായി അവൾ കൂടുതൽ അടുക്കുന്നത്. മരിയുടെ കൂടെ വീട്ടിൽ പോയി ചിക്കൻ ഉണ്ടാക്കാനൊക്കെ അവൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മരിയുടെ വീട്ടിൽ ലക്ഷ്മി ഒരുപാട് ഫോട്ടോസ് കാണുന്നുണ്ട്. അവളുടെ കുട്ടിക്കാലത്തെ ചിത്രങ്ങൾ, അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ എന്നിവയെല്ലാം അവിടെയുണ്ട്. മരി വലിയൊരു കോടീശ്വരിയാണെന്നും അമേരിക്കയിൽ നിന്നാണ് ഇപ്പോൾ ഈ അപ്പാർട്ട്മെന്റിലേക്ക് വന്നതെന്നും ലോകം മുഴുവൻ ചുറ്റി കറങ്ങിയിട്ടുണ്ടെന്നും അടുത്തതായി ലണ്ടനിലേക്കാണ് പോകാൻ പോകുന്നതെന്നും ലക്ഷ്മിക്ക് മനസ്സിലാവുന്നു. മരിയുടെ മാതാപിതാക്കൾ കുറച്ചുനാൾ മുമ്പ് മരിച്ചുപോയെന്നും ഇപ്പോൾ കോടിക്കണക്കിന് സ്വത്തുക്കൾക്ക് ഒരേ ഒരു അവകാശി ഈ മരിയാണെന്നും അവൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് വീടിന്റെ വാതിൽ ആരോ മുട്ടുന്നത്. അവരെന്തോ ഓർഡർ ചെയ്തിരുന്നു. ആ ഓർഡർ വരികയാണ്. അതായത് ഒരു കേക്കാണ് ഓർഡർ ചെയ്തത്. ആ കേക്ക് ഇപ്പോൾ മരിയും ലക്ഷ്മിയും കൂടി കഴിക്കാനിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് വേറൊരാൾ വന്ന് വാതിൽ മുട്ടുകയാണ്. അത് ആരാണെന്ന് നായിക ലക്ഷ്മി തുറന്നു നോക്കുന്നുണ്ട്. മരി മാഡം ഉണ്ടോ? ലാൻഡ് ബ്രോക്കറാണ് വന്നത് എന്ന് പറയാണ്. ഞാനാണ് അയാളോട് വരാൻ പറഞ്ഞത്, അകത്തേക്ക് വിളിക്ക് എന്ന് മരി പറയുന്നു. ഇപ്പോൾ ആ ബ്രോക്കറെ എടുത്ത് മരി സംസാരിക്കുകയാണ്. മരി ഇന്ത്യയിലേക്ക് വന്നത് തന്നെ ഈ അപ്പാർട്ട്മെന്റ് വിൽക്കാനാണ്. അത് മാത്രമല്ല, അവർക്ക് ചില ഭൂമികളുണ്ട്, അതുകൂടി വിൽക്കാൻ വേണ്ടി അവർക്കൊരു പ്ലാൻ ഉണ്ട്.
അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തുക്കളെല്ലാം വിറ്റിട്ട് ലണ്ടനിൽ പോയി സെറ്റിൽ ആവാനാണ് പ്ലാൻ. അതൊക്കെ അവിടെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമ്മുടെ നായികയ്ക്ക് വല്ലാത്ത സങ്കടം വരുന്നു. നീ ഇപ്പോൾ കൂടുതൽ കാലം ഇവിടെ ഉണ്ടാവില്ലല്ലേ, നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് രസമായിരുന്നു, അപ്പോൾ എന്നെ വിട്ടിട്ട് പോവോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നു. ലണ്ടനിൽ പോയാലും ഇടയ്ക്കിടെ നിന്നെ കാണാൻ വരാം എന്ന് മരി പറയുന്നു. അപ്പോൾ അവർ വാങ്ങിയ ആ കേക്ക് കഴിക്കാനിരിക്കുമ്പോൾ ആ കേക്ക് അത്ര നല്ലതല്ല എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ലക്ഷ്മി മരിയോട് പറയുന്നുണ്ട്, നീ കേക്ക് കഴിക്കണമെങ്കിൽ സഞ്ജുവിൻ്റെ കടയിൽ തന്നെ പോകണം. പിറ്റേ ദിവസം തന്നെ സഞ്ജുവിൻ്റെ ബേക്കറിയിലേക്ക് മരിയെ ലക്ഷ്മി കൂട്ടിക്കൊണ്ടുപോകുന്നു. സഞ്ജു ആദ്യമായി മരിയെ കാണുകയും അവളുടെ ഭംഗിയിൽ മയങ്ങുകയും ചെയ്യുന്നു. അവരവിടെ കേക്ക് ഓർഡർ ചെയ്യാണ്. സഞ്ജു വളരെ സ്പെഷ്യലായി തന്നെ മരിയോട് സംസാരിക്കുന്നുണ്ട്. സഞ്ജു പൊതുവെ പെൺകുട്ടികളോട് അങ്ങനെ ഫ്ലേർട്ടിനൊന്നും പോകാറില്ല. എന്നാൽ മരിയോട് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ സഞ്ജുവിനെ വൺ സൈഡായി പ്രണയിക്കുന്ന നായികയ്ക്ക് അതൊരു വല്ലായ്മ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മരിയുടെ വീട്ടുവിലാസം സഞ്ജു ചോദിച്ചു വാങ്ങുകയും നിങ്ങൾക്ക് ഇനി എപ്പോഴെങ്കിലും കേക്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ തന്നെ വീട്ടിൽ വന്ന് ഡെലിവറി ചെയ്യാം എന്ന് പറയുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം മരി തന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഹീറോ അവിടെ നിൽക്കുകയാണ്. ഞാൻ ഈ കേക്ക് വേണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഓർഡർ ചെയ്തില്ലല്ലോ, എങ്ങനെ കൊണ്ടുവന്നു എന്ന് മരി ചോദിക്കുകയാണ്. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി കേക്ക് എടുത്തുകൊണ്ട് വന്നതാണ്, നന്നായി കഴിക്കുക എന്ന് ഹീറോ പറയുന്നു. അതിന് പണം വേണ്ടെന്ന് പറഞ്ഞ് അവൻ വീടിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മരിക്ക് ചെറിയൊരു സംശയം തോന്നി അവനെ പുറത്തു നിർത്തി 500 രൂപ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നു. ഈ പയ്യൻ നമ്മുടെ മേൽ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുകയാണല്ലോ എന്നവൾ മനസ്സിൽ കരുതാണ്. ഹീറോ കൊടുത്ത ആ കേക്ക് മരി കഴിക്കുകയും അത് അവൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ വിവരം ഉടനെ ലക്ഷ്മിയെ വിളിച്ച് പറയുന്നു. ലക്ഷ്മിക്ക് അപ്പോൾ വല്ലാത്ത അസൂയ തോന്നുന്നുണ്ട്. എന്താ സഞ്ജു നിന്റെ വീട്ടിൽ വന്ന് കേക്ക് കൊടുത്തുന്നോ? ഇതൊന്നും അവൻ ചെയ്യാറില്ലല്ലോ, സഞ്ജുവിന്റെ മനസ്സ് മാറുകയാണോ എന്നൊരു ഭയം ലക്ഷ്മിക്ക് വരുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയെ കാണാൻ ലക്ഷ്മി ബേക്കറിയിലേക്ക് പോകുന്നു. ഇന്നലെ എന്തിനാ നീ മരിയുടെ വീട്ടിൽ പോയി കേക്ക് കൊടുത്തത്? നീ ആവശ്യമില്ലാതെ പെൺകുട്ടികളുടെ അടുത്തൊന്നും പോകാറില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വെറുതെ അവർക്ക് ഇഷ്ടമാണെന്ന് കരുതി കൊടുത്തതാണ്. അവർ അമേരിക്കയിൽ നിന്ന് വന്നല്ലേ, നാടൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ഹെൽപ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു. ഇപ്പോൾ മരി എവിടെയുണ്ട് എന്നവൻ ചോദിക്കുകയാണ്. അവരൊരു പെയിന്റിംഗ് എക്സിബിഷന് പോയിരിക്കുകയാണെന്ന് നായിക പറയുന്നു. ഇത് കേട്ട് ഹീറോ വീണ്ടും ആ എക്സിബിഷനിലേക്ക് പോകുന്നു. വളരെ കാഷ്വലായി അവിടെയുള്ള മരിയോട് അവൻ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും പെയിന്റിംഗ് ഒക്കെ വലിയ ഇഷ്ടമാണോ എന്ന് മരി ചോദിക്കുന്നു. അതെ എന്ന് പറഞ്ഞ് അവൻ മരിയുമായിട്ടുള്ള സംസാരം അവിടെ വളർത്തുന്നു. പിന്നീട് ബൈക്കിൽ മരി അവൻ ഡ്രോപ്പ് ചെയ്യുന്നതും ലക്ഷ്മി കാണുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നവൾ വീണ്ടും ചിന്തിക്കുകയാണ്. മരിയുടെ വീടിന്റെ മുന്നിൽ ലക്ഷ്മി കാത്തു നിൽക്കുകയാണ്. വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്, ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ ലക്ഷ്മിയെ മരി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സഞ്ജു നീ തമ്മിൽ എന്താണ് നടക്കുന്നത് എന്ന് ലക്ഷ്മി ചോദിക്കുകയാണ്. ഒന്നുമില്ല, ആ പെയിന്റിംഗ് എക്സിബിഷനിൽ അവൻ വന്നിരുന്നു, എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ വിട്ടു എന്നവൾ കാഷ്വലായി പറയാണ്. ഇതൊക്കെ നമ്മുടെ ലക്ഷ്മിയുടെ ഉള്ളിൽ അസൂയ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ദിവസം സഞ്ജു പതിവ് പോലെ മരിയുടെ അപ്പാർട്ട്മെന്റിന് താഴെ അവൾ പുറത്തു വരുമോ എന്ന് നോക്കി നിൽക്കുമ്പോൾ അവിടെ ഒരു അങ്കിൾ വരുന്നു. എടാ നീ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണോ കാത്തു നിൽക്കുന്നത് എന്നയാൾ ചോദിക്കുകയാണ്. ഏത് മരി നിങ്ങളുടെ മോളാണെന്നോ? അവളുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചല്ലോ, അപ്പോൾ നിങ്ങൾ ആരാണ് എന്ന് അവൻ ദേഷ്യപ്പെടുകയാണ്. അപ്പോഴാണ് പിന്നിൽ നിന്നും വാച്ച്മാൻ വന്നിട്ട് സർ അയാൾക്ക് കുറച്ച് പ്രശ്നമുണ്ട്, കാണുന്ന പെൺകുട്ടികളെയൊക്കെ സ്വന്തം മകളാണെന്ന് വിചാരിക്കും, അയാളുടെ മോൾ വേറെ പെൺകുട്ടിയാണ് സർ എന്ന് പറയുന്നത്. മരി ഇപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ വന്നിരിക്കുകയാണ്. ഭൂമിയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവിടെ ആ ബ്രോക്കറുമായി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ അവിടേക്കും വരുന്നുണ്ട്. മരിയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങി അവൻ സഹായിക്കുന്നുണ്ട്. മരി ഒരു ഡ്രസ്സ് കടയിലേക്ക് പോകുന്നു. അവിടേക്കും ഹീറോ വരുന്നുണ്ട്. ഹീറോ താൻ എവിടെ പോയാലും ഫോളോ ചെയ്യുന്നത് മരി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ മരിക്ക് കുറച്ചായി ഹീറോയോട് പ്രണയം തോന്നുന്നു. ഹീറോ ചെയ്യുന്ന ഈ കുറുമ്പുകളെല്ലാം മരി ലക്ഷ്മിയോട് പങ്കുവെക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മിക്ക് വീണ്ടും അസൂയ തോന്നുകയാണ്. അപ്പോൾ അവൻ നിന്റെ പിന്നാലെയാണ് നടക്കുന്നതെന്ന് നീ പറയാണോ എന്ന് ലക്ഷ്മി ചോദിക്കുകയാണ്. എൻ്റെ പിന്നാലെ നടക്കുന്നതല്ല, അലയുകയാണ് എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുമ്പോൾ ലക്ഷ്മി പൂർണ്ണമായും തകർന്നു പോവാണ്. പിന്നീട് ഇടയ്ക്കിടെ ഹീറോ മരിയുടെ വീട്ടിൽ വരികയും അവരൊരുമിച്ച് സിനിമ കാണുകയും പേടിപ്പെടുത്തുന്ന സീനുകൾ വരുമ്പോൾ മരി അവൻ്റെ ദേഹത്തേക്ക് ചായയൊക്കെയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അതേ വീട്ടിലിരുന്ന് ലക്ഷ്മിയും വേദനയോടെ അനുഭവിച്ചറിയുന്നു. ഇവർ രണ്ടുപേരും ഫോണിൽ സംസാരിക്കുന്നതും മറ്റും അവൾ കാണുന്നുണ്ട്. മരി തൻ്റെ കൂടെയുള്ള ലക്ഷ്മിക്ക് ഒരു സ്കൂട്ടർ വരെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോഴും മരിയുടെ കൂടെ ഈ സഞ്ജു വന്ന് നിൽക്കും. ഇതിനിടയിലാണ് വാലന്റൈൻസ് ഡേ വരുന്നത്. നമ്മുടെ നായിക ലക്ഷ്മി ഇനി കാത്തു നിൽക്കാൻ വയ്യ, നേരെ പോയി സഞ്ജുവിനോട് പ്രണയം തുറന്നു പറയാം, ഇല്ലെങ്കിൽ മരി സഞ്ജുവിനെ സ്വന്തമാക്കും എന്ന് കരുതാണ്. അതിനായി ഗിഫ്റ്റൊക്കെ വാങ്ങി അവൾ വേഗത്തിൽ തയ്യാറെടുക്കുന്നു. തൻ്റെ പ്രണയം പറയാൻ വേണ്ടി ഹീറോയെ കാണാൻ വരുമ്പോൾ ഹീറോ മരിയോടൊപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ജു മരിയോട് തൻ്റെ പ്രണയം തുറന്നു പറയാണ്. അതെല്ലാം ദൂരെ നിന്ന് കേൾക്കുന്ന നായിക ലക്ഷ്മിയുടെ ഹൃദയം അതോടെ തകർന്നടിയുന്നു. ഇതിനുമേൽ തൻ്റെ പ്രണയം പറഞ്ഞിട്ട് എന്ത് കാര്യം, എല്ലാം കഴിഞ്ഞു എന്നവൾ വിചാരിക്കുകയാണ്. മരി ഹീറോയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും പിന്നീട് ഹീറോ മരിയുമായി ഒരുപാട് സമയം അവളുടെ വീട്ടിൽ ചെലവഴിക്കുകയും ചെയ്യുന്നു. രണ്ടുപേരും സ്വകാര്യമായ മുറിയിലൊക്കെ ഇരിക്കുന്നതായി അവിടെ കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഹീറോയുടെ ബേക്കറിയിൽ ചെറിയൊരു മുറിയുണ്ട്. ആ മുറിയിലേക്ക് എപ്പോഴും മരിയെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ ഒരുപാട് സംസാരിക്കുകയും കുറച്ച് റൊമാൻറ്റിക് ആയി ഇരിക്കുകയും ചെയ്യും. ഇതെല്ലാം ആ ബേക്കറിയിലുള്ള ഹീറോയുടെ 4 സുഹൃത്തുക്കളും ഒരു ദിവസം കാണുന്നുണ്ട്. അവരും വാതിൽ മുട്ടിയിട്ട് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, എത്ര നാളായി നീ ഈ പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ജോലിയായിരിക്കുന്നത്, ഞങ്ങൾക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരാമോ എന്ന് മരിയുടെ മുന്നിൽ വെച്ച് അവർ ചോദിക്കുകയാണ്.
മരിക്ക് തമിഴ് അത്ര മനസ്സിലാവില്ല എന്നതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ അവർക്ക് ഈ ബണ്ണാണല്ലോ വേണ്ടത്, എടുത്തു കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സഞ്ജു കൂട്ടുകാരോടായിട്ട് പറയുന്നുണ്ട്, ഇനിമേൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരരുത്, പുറത്തു പോടാ എന്ന് പറഞ്ഞ് സ്വന്തം കൂട്ടുകാരെ ഹീറോ അവിടെ നിന്ന് വിരട്ടി ഓടിക്കുന്നു. പിറ്റേ ദിവസം ഹീറോ ബേക്കറിയിൽ വരുമ്പോൾ നായിക ലക്ഷ്മി അവനോട് സംസാരിക്കുകയാണ്. അവൾ കുറച്ച് വിഷമത്തിലാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ എന്തിനാ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നവൻ ചോദിക്കുകയാണ്. അതൊന്നുമില്ല എന്നവൾ പറയുന്നു. അപ്പോഴാണ് ഹീറോയുടെ കാമുകിയായ മരി അവിടെ വരുന്നത്. അവർ ആ 4 സുഹൃത്തുക്കളുമായി ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയ്ക്ക് അത് കണ്ട് ഷോക്കാവുന്നുണ്ട്. എടാ, നിങ്ങളോട് 4 പേരോടും ഇങ്ങോട്ടേക്ക് വരരുതെന്നല്ലേ പറഞ്ഞത്, എന്തിനാണ് എൻ്റെ ആളോട് ചിരിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മരിയോട്, ഇവന്മാർ അന്ന് നിന്നെ കുറിച്ച് മോശമായി സംസാരിച്ചതല്ലേ, ഇവരുടെ കൂടെ എന്തിനാണ് ഇങ്ങനെ അടുക്കുന്നത്, ഇവരോട് ഇവിടുന്ന് പോകാൻ പറ എന്നവൻ പറയാണ്. എന്നാൽ മരി ഹീറോയുടെ വാക്ക് കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ ആരോട് സംസാരിക്കണം, അടുക്കണം എന്നത് എൻ്റെ അവകാശമാണ്, അത് നീ പറയണ്ട. ഇവർ വളരെ രസകരമായിട്ടാണ് സംസാരിക്കുന്നത്. ഗൈസ്, ഞാൻ വേറൊരു ദിവസം നിങ്ങളെ കാണാം, നിങ്ങൾക്ക് കോൾ ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഹീറോയ്ക്ക് തെറ്റായിട്ടാണ് തോന്നുന്നത്. മരിയുടെ പ്രവർത്തികൾ ശരിയല്ലല്ലോ എന്നവന് തോന്നുകയാണ്. ഇതൊക്കെ മറ്റൊരു വശത്തു നിന്ന് ലക്ഷ്മിയും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ ഹീറോയ്ക്കും മരിക്കും ഇടയിൽ വഴക്കുണ്ടാവുകയും അത് ബ്രേക്കപ്പ് വരെ എത്തുകയും ചെയ്യുന്നു. കുറച്ചു നാൾ അവർ സംസാരിക്കാതെ ഇരിക്കുന്നുണ്ട്. നാം സ്നേഹിച്ച പയ്യൻ ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ അതിതീവ്രമായി സ്നേഹിക്കുകയാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരിയാണ്. ശരി, അവർ രണ്ടുപേരെങ്കിലും നമുക്ക് ഒരുമിപ്പിക്കാമെന്ന് കരുതി ലക്ഷ്മി തന്നെയാണ് അവർക്കിടയിൽ പോയി സംസാരിച്ച് പ്രശ്നം പരിഹരിച്ച് വീണ്ടും ഒന്നിപ്പിക്കുന്നത്. അവർ വീണ്ടും ഒന്നിച്ചതിന് ശേഷം അവരുടെ പ്രണയം കൂടുതൽ ശക്തമാവുന്നു. മരിയുടെ വീട്ടിലാണ് സഞ്ജു മിക്കവാറും സമയം ചെലവഴിക്കുന്നത്. ഹീറോ വെറും ഒരു സാധാരണക്കാരനല്ല, അവന്റെ പേരിലും സ്വന്തമായി ഈ ബേക്കറി ഉണ്ട്. അവന് മറ്റു പല സ്വത്തുക്കളും ഉണ്ട്. അതൊക്കെ അവൻ കാമുകിയായ മരിയുമായി പങ്കുവെക്കുന്നുണ്ട്. ഒരു ദിവസം മരി ഹീറോയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് കല്യാണം കഴിച്ചാലോ? ഇത് അടുത്തിരുന്ന് കേൾക്കുന്ന ലക്ഷ്മി, ലണ്ടനിൽ പോവാൻ നിൽക്കല്ലേ, അപ്പൊ എങ്ങനെ കല്യാണം കഴിക്കും എന്ന് ചോദിക്കുകയാണ്. അതൊന്നും പ്രശ്നമില്ല, കല്യാണം കഴിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ലണ്ടനിലേക്ക് പോവാം എന്നവർ സംസാരിക്കുന്നു. അപ്പോൾ ലക്ഷ്മിക്ക് വീണ്ടും സങ്കടമാവുന്നുണ്ട്. ഇപ്പോൾ ഒരു അമ്പലത്തിൽ വെച്ച് മരിയും ഹീറോയും വിവാഹിതരാവുന്നു. അതിനുശേഷമാണ് അവിടെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് നമ്മുടെ നായിക ലക്ഷ്മി കണ്ടുപിടിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഒരു 2 ദിവസത്തിന് ശേഷം ഇവർ രണ്ടുപേരെയും കാണാൻ മരിയുടെ വീട്ടിലേക്ക് ലക്ഷ്മി വരുന്നു. അവിടെ നോക്കുമ്പോൾ വീട് കാലിയാണ്, ആരെയും കാണാനില്ല. വാച്ച്മാനെ വിളിച്ചിട്ട്, ഇവിടെ മരി മാഡം ഉണ്ടായിരുന്നല്ലോ, അവരെവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അവർ 2 ദിവസം മുമ്പേ വീട് കാലിയാക്കി പോയി എന്ന് വാച്ച്മാൻ പറയുന്നു. ഇത് അവരുടെ സ്വന്തം വീടല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. അല്ല, വാടക വീടാണ്, അവരെന്നോട് സ്വന്തം വീടാണെന്നാണല്ലോ പറഞ്ഞത് എന്ന് അവൾ വീടിന്റെ താക്കോൽ വാങ്ങി അകത്ത് കയറി നോക്കുന്നു. അകത്ത് മരിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോകളുണ്ട്. ഈ ഫോട്ടോസ് പോലും മരി ഉപേക്ഷിച്ചു പോയാലോ? അയ്യോ മാഡം, അത് ഇതിനു മുമ്പ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചവരുടെ ഫോട്ടോകളാണ്, ഇത് മരിയുടെ അച്ഛനും അമ്മയൊന്നും അല്ല എന്ന് വാച്ച്മാൻ പറയുന്നു. ഇത് ലക്ഷ്മിക്ക് വലിയൊരു ഷോക്കാവുന്നു. അവിടെ ആ ബ്രോക്കറുടെ വിസിറ്റിംഗ് കാർഡ് കിടക്കുന്നുണ്ട്. അതിലേക്ക് ലക്ഷ്മി വിളിക്കുമ്പോൾ അയാൾ, എന്താ മരി മാഡം, ഇനി ആരുടെ അടുത്താണ് നിങ്ങൾ കോടീശ്വരിയായി അഭിനയിക്കാൻ പോകുന്നത്? നിങ്ങൾ ബാക്കി തരാനുള്ള 3000 രൂപ എപ്പോഴാണ് തരിക എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ലക്ഷ്മിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും നാൾ മരി എന്നൊരു പെൺകുട്ടി ഇവിടെ കോടീശ്വരിയായി അഭിനയിച്ച് സഞ്ജുവിനെ മയക്കി കല്യാണം കഴിച്ച് കൊണ്ടുപോയിരിക്കുകയാണല്ലേ. അയ്യോ, സഞ്ജു കുടുങ്ങിയല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന് കരുതി അവൾ സഞ്ജുവിനെ വിളിക്കുകയാണ്. എവിടെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മരിയുടെ കൂടെ എൻ്റെ ഗസ്റ്റ് ഹൗസിലുണ്ട് എന്ന് സഞ്ജു പറയുന്നു. സഞ്ജു, ആ മരി നിന്നെ വഞ്ചിച്ചാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, നിന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാനാണ് അവളുടെ പ്ലാൻ, അമേരിക്കക്കാരിയാണെന്നൊക്കെ പറഞ്ഞൊക്കെ കള്ളമാണ് എന്ന സത്യങ്ങൾ നായിക പറയുന്നു. ഇത് കേട്ടതും സഞ്ജുവിന്റെ ഭാവം മാറുകയാണ്. കുറച്ചു കഴിഞ്ഞ് മരി ബെഡിൽ നിന്നും എഴുന്നേറ്റ് സഞ്ജുവിനോട്, ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. സഞ്ജു ആരുമില്ലെന്ന് പറഞ്ഞ് ഒഴിയാണ്. എന്താ നിന്റെ മുഖം എങ്ങനെ പേടിച്ച പോലെ ഇരിക്കുന്നത് എന്ന് മരി ചോദിക്കുന്നു. ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ കുളിക്കാൻ പോവാണ്. അപ്പോഴാണ് സഞ്ജുവിന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവൻ ലക്ഷ്മിയോടാണ് സംസാരിച്ചതെന്ന് മരിക്ക് മനസ്സിലാവുന്നത്. സഞ്ജുവിനോട്, നമുക്ക് സിംഗപ്പൂരിലേക്ക് പോവാം, ഹണിമൂണിന് പോവാന്ന് പറഞ്ഞ് അവർ എയർപോർട്ടിലേക്ക് പോവാണ്. മറുവശത്ത് ഹീറോയിനും മരിയിൽ നിന്നും ഹീറോയെ രക്ഷിക്കാൻ അവരെ പിന്തുടർന്ന് പോവാണ്. പോകുന്ന വഴിക്ക് അവരുടെ കാർ ആ 4 യുവാക്കൾ, അതായത് ഹീറോയുടെ സുഹൃത്തുക്കൾ തടയുന്നു. എടാ, ഈ പെൺകുട്ടിയെ ഞങ്ങൾക്ക് അന്ന് വേണമെന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ നീ അവളെ വിവാഹം കഴിച്ചോ എന്ന് ചോദിച്ച് അവർ ഹീറോയുമായി വഴക്കിടുന്നു. എന്നാൽ അവിടെ നായിക ദേഷ്യപ്പെടുകയാണ്. നേരെ ആ 4 പയ്യന്മാരുടെ അടുത്തേക്ക് പോയി ഒരു ആയുധം കാണിച്ച് ഹീറോയ്ക്ക് നേരെ തിരിയുന്നു. അപ്പോഴാണ് അവിടെ ഏറ്റവും വലിയൊരു പ്ലാൻ അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ 4 സുഹൃത്തുക്കളുമായി ചേർന്ന് ഹീറോയെ ട്രാപ്പിലാക്കി ഈ വിജനമായ സ്ഥലത്ത് വെച്ച് ഭീഷണിപ്പെടുത്തി ഹീറോയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനായിരുന്നു മരിയുടെ പ്ലാൻ. ഇപ്പോൾ അവിടെ ചില പ്രമാണങ്ങൾ വെച്ച് അവർ ഹീറോയെ ഭീഷണിപ്പെടുത്തുന്നു. മര്യാദയ്ക്ക് ഇതിൽ ഒപ്പിട്ടതാ, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്നവർ പറയുന്നു. അപ്പൊ ഹീറോ, ഇതൊക്കെ നേരത്തെ തന്നെ ലക്ഷ്മി എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് നിന്റെ വായിൽ നിന്ന് കേൾക്കാനാണ് ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത് എന്ന് പറഞ്ഞ് ആ 4 പേരുമായി അടിപിടി ഉണ്ടാക്കുന്നു. ഇതെല്ലാം ആ വഴിക്ക് വന്ന ലക്ഷ്മിയും ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ട്. ആ ഫൈറ്റിനൊടുവിൽ സെക്കൻഡ് ഹീറോയിനായ മരി ഒരു ആയുധം എടുത്ത് ഹീറോയെ കൊന്നുകളയുന്നു. അയ്യോ, എല്ലാം കൈവിട്ടു പോയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നറിയാതെ മരിയും ആ 4 പേരും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇതെല്ലാം കണ്ട് നായക ഓടി വന്ന് ഹീറോയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനു മുമ്പേ അവൻ ഈ ലോകത്തോട് വിട പറയുന്നു. ഇതിൽ പൂർണ്ണമായിട്ടും തകർന്നു പോയ നായിക
തന്നെ വഞ്ചിച്ച മരിയെ വെറുതെ വിടില്ല എന്ന് കരുതി അവൾക്കെതിരെ പരാതി നൽകാനാണ് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. ഈ കഥയൊക്കെ പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസുകാരൻ ടെൻഷൻ ആവുന്നു. അപ്പോൾ നമ്മൾ ആ മരി എന്ന പെൺകുട്ടിയെ പിടിച്ചേ തീരും, ഇങ്ങനെയാണോ അവൾ അഭിനയിച്ചത് എന്നൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ സ്റ്റേഷനിലേക്ക് ഭയങ്കരമായിട്ടൊരു ട്വിസ്റ്റ് നടക്കുന്നത്. അതായത് ഇത്രയും നേരം ഈ ലോകം വിട്ടുപോയി എന്ന് കഥയിൽ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഹീറോ സഞ്ജു അത് ആ ജീവനോടെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു വരുന്നു. പോലീസുകാരനും അത് കാണുന്നുണ്ട്. നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് സാർ സഞ്ജു, ഞാൻ ഇതുവരെ മരിച്ചിട്ടൊന്നുമില്ല, ജീവനോടെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നവൻ പറയുന്നു. ഇൻസ്പെക്ടർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ ഇത്, ഇത്രയും നേരം ഈ പെൺകുട്ടി നിന്നെ കുറിച്ചുള്ള കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീയാണെങ്കിൽ ജീവനോടെ വന്ന് നിൽക്കുകയാണല്ലോ, ആരാണ് ഈ 4 പേർ എന്നവൻ ചോദിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സാണ് സാർ, ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് സാർ ഉള്ളത്, ആ പെൺകുട്ടി പറഞ്ഞതെല്ലാം കള്ളമാണ് സാർ എന്ന് ഹീറോ പറയുന്നു. ഇൻസ്പെക്ടർ ആകെ ആശയക്കുഴപ്പത്തിലാവുന്നു. നായിക പറഞ്ഞ കഥയൊക്കെ ഹീറോയോട് പറയാണ്. മരി എന്നൊരു പെൺകുട്ടിയെ നീ പ്രണയിച്ചിരുന്നു, അവർ അമേരിക്കയിൽ നിന്നാണ് വന്നത്, അതൊക്കെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ സാർ, അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല സാർ, അതെല്ലാം ഇവള് സ്വപ്നത്തിൽ കണ്ടുണ്ടാക്കിയ കഥയാണ് സാർ എന്ന് ഹീറോ പുതിയൊരു ട്വിസ്റ്റ് പറയുന്നു. കുറച്ചുനാൾ മുമ്പ് ലക്ഷ്മി എൻ്റെ കടയിൽ എന്നെ തേടി വന്നിരുന്നു. എന്നെ അവൾക്ക് വളരെ ഇഷ്ടമാണെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ എനിക്ക് ആ പ്രണയം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അവളെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവളെ തിരിച്ചയച്ചു. അതിലാണ് അവൾ ഡിസ്റ്റർബ്ഡ് ആയത്. അതാണ് ഇങ്ങനെ ഡിസ്റ്റർബ് ആയിട്ട് ഒരു കഥ പറയുന്നത് എന്ന് ഹീറോ പോലീസിനോട് പറയുന്നു. എന്നാലും അവൾ ഒരുപാട് തെളിവുകളോടെയാണല്ലോ പറഞ്ഞത്, ആര് പറയുന്നതാണ് സത്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പോലീസുകാരനും കൺഫ്യൂസ്ഡ് ആവുന്നു. അപ്പോഴാണ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന നായിക ലക്ഷ്മി ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മറ്റൊരു പോലീസുകാരൻ വന്ന് പറയുന്നത്. ഇൻസ്പെക്ടർ അത് പോയി നോക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ലക്ഷ്മി എന്ന പെൺകുട്ടി ഈ ഹീറോയുടെ കാര്യത്തിൽ ഇപ്പോൾ മാനസികമായി തകർന്നിരിക്കുകയാണെന്ന്. ഇവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ ഡോക്ടർ അവളെ പരിശോധിക്കുമ്പോഴാണ് അവൾക്ക് ശരിക്കും ഒരു ഡിസോർഡർ ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. ഡോക്ടർ ഹീറോയോടും പോലീസിനോടും നായികയുടെ അച്ഛനമ്മമാരോടുമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഈ ലക്ഷ്മി കുറെ നാളായി സഞ്ജുവിനെ വൺ സൈഡായി സ്നേഹിച്ചിരുന്നു. എന്നാൽ സഞ്ജു എന്ന് അവളുടെ പ്രണയം നിരസിച്ചോ അന്നു മുതൽ താൻ കുറച്ച് മോഡേണായി മാറണമെന്ന് കരുതി അവൾ തന്നെ മറ്റൊരു കഥാപാത്രമായി സങ്കല്പിച്ചു. ആ കഥാപാത്രമാണ് മരീചിക. നമ്മുടെ നായക ലക്ഷ്മി മരി എന്ന കഥാപാത്രമായി മാറി ഈ ഹീറോയെ പ്രണയിച്ചിരിക്കുകയാണ്. ആ ഡിപ്രഷനിലാണ് ഇത്രയും വലിയൊരു കഥ അവൾ തന്റെ ഭാവനയിലുണ്ടാക്കി ഇൻസ്പെക്ടറോട് പറഞ്ഞത് എന്ന് ഡോക്ടർ അവിടെ വിശദീകരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയ്ക്കും ഒരു സെന്റിമെന്റ്സ് വരുന്നുണ്ട്. ഒരു പെൺകുട്ടി എന്നെ ഇത്രമാത്രം സ്നേഹിക്കോ, അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയെ ഞാൻ തന്നെ കല്യാണം കഴിച്ചോളാം എന്നവൻ പറയുന്നു. ഇത് കേട്ട് നായികയുടെ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷമാവുന്നു. സത്യമാണോ പറയുന്നത് എന്നവർ ചോദിക്കുകയാണ്. അതെ സർ, ചെറുപ്പം മുതൽ ഞാൻ ലക്ഷ്മിയെ ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ടത്. എന്നാൽ അവൾക്ക് എന്നോട് ഇത്രയും പ്രണയം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അവളെ ഞാൻ തന്നെ വിവാഹം കഴിക്കുകയാണ്. അവളെ ഈ അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ഞാൻ തന്നെ സഹായിക്കാം എന്നവൻ പറയുന്നു. അതിനുശേഷം ഈ രോഗത്താൽ ബാധിക്കപ്പെട്ട നമ്മുടെ നായികയെ ഹീറോ തന്നെയാണ് എപ്പോഴും കൂടെ നിന്ന് നോക്കുന്നത്. അവളുടെ ഓരോ ട്രീറ്റ്മെന്റിലും ഹീറോ കൂടെ തന്നെയുണ്ട്. അങ്ങനെ കുറേശ്ശെയായി അവളെ ഡിപ്രഷനിൽ നിന്നും അവൻ പുറത്തു കൊണ്ടുവരുന്നു. മരീചിക എന്നൊരു പെൺകുട്ടിയില്ല, നീ തന്നെയാണ് ആ പെൺകുട്ടി എന്ന് ഹീറോ ലക്ഷ്മിയെ വിശ്വസിപ്പിക്കുന്നു. ലക്ഷ്മിയെ കൊണ്ടുപോയി ഡെന്റൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അവളുടെ പല്ല് ശരിയാക്കുന്നു, ഹെയർ സ്റ്റൈൽ മാറ്റുന്നു, കണ്ണിൽ ലെൻസ് വെക്കുന്നു, വസ്ത്രധാരണമൊക്കെ മാറ്റി വളരെ മോഡേൺ ആക്കുന്നു. ലക്ഷ്മി ഇപ്പോൾ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കെ ഇവർ രണ്ടുപേരും ഒരു ദിവസം രാത്രി കാറിൽ പുറത്തു പോവാണ്. ലക്ഷ്മി ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് വളരെ മോഡേൺ ആയിട്ടാണ് പെരുമാറുന്നത്. യാത്രക്കിടയിൽ ഹീറോയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്. അവൻ കാറ് നിർത്തി പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ദൂരെ നിന്ന് നായിക പറയുന്നുണ്ട്, എടാ ഞാൻ നിന്റെ അടുത്തേക്ക് വരട്ടെ. അവൾ കുറച്ച് കുറുമ്പോടെ സംസാരിക്കുന്നു. ഹേയ് ലക്ഷ്മി, എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ലൂസിനെ പോലെ പെരുമാറുന്നത്? നീ ഇങ്ങനെ പെരുമാറുന്നത് കാണുമ്പോൾ എനിക്ക് ആ മരീചികയാണ് ഓർമ്മ വരുന്നത് എന്ന് ഹീറോ പറയുന്നു. മരീചിക എന്ന പേര് കേട്ട ഉടനെ ലക്ഷ്മിയുടെ ഭാവം മാറുന്നു. നമ്മൾ എന്ത് എഗ്രിമെന്റ് ചെയ്തിട്ടാണ് ഇപ്പൊ പ്രണയിക്കുന്നത്? നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോവാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ ആവശ്യമില്ലാതെ ആ മരിയുടെ പേര് പറയുന്നത് എന്ന് നായിക ഹീറോയോട് ചോദിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ആശയക്കുഴപ്പം തോന്നില്ലേ? അപ്പോഴാണ് അവിടെ മറ്റൊരു ട്വിസ്റ്റ് അവർ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ മരി എന്നൊരു പെൺകുട്ടി അമേരിക്കയിൽ നിന്നും വന്നിരുന്നു. അവൾ ഈ നാട്ടിലുണ്ടായിരുന്നു. അവൾ സഞ്ജുവിനെ പ്രണയിച്ചതും അവളുടെ പേരിൽ സ്വത്തുക്കൾ ഉണ്ടായിരുന്നതെല്ലാം സത്യം തന്നെയാണ്. എന്നാൽ നമ്മുടെ നായിക പറഞ്ഞ കഥ മാത്രമാണ് കള്ളം. ആ കഥയിൽ മരീചികയെ ഒരു വില്ലത്തിയെ പോലെയാണ് അവൾ ചിത്രീകരിച്ചിരുന്നത്. എന്നാൽ സത്യത്തിൽ വില്ലൻ ആരാണെന്നാൽ അത് നമ്മുടെ ഹീറോ തന്നെയാണ്. മരിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുള്ളതും അതിവിടെ വിൽക്കാൻ ശ്രമിക്കുന്നതെല്ലാം ആ ബ്രോക്കർ മുഖേന സഞ്ജു അറിഞ്ഞിരുന്നു. ആ സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും മരിയിൽ നിന്നും തട്ടിയെടുക്കണമെന്ന് ഹീറോ പ്ലാൻ ചെയ്തു. അതിനാണ് ബേക്കറി നടത്തുന്ന അവൻ കേക്ക് കൊടുത്ത് മരിയെ എങ്ങനെയെങ്കിലും വീഴ്ത്താൻ നോക്കിയത്. അങ്ങനെ അവളോട് സംസാരിച്ച് പതുക്കെ ആ പ്രണയവലയിൽ അവൻ അവളെ വീഴ്ത്തുകയായിരുന്നു. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് നമ്മുടെ നായിക ലക്ഷ്മിയും കണ്ടിരുന്നു. ആ വാലന്റൈൻസ് ഡേ അന്ന് കൂടെ ഹീറോ മരിയോട് പ്രപ്പോസ് ചെയ്തിരുന്നല്ലോ. മരി അത് അംഗീകരിച്ചു പോയതിനു ശേഷമാണ് നായിക വന്ന് ഹീറോയോട് പ്രപ്പോസ് ചെയ്യുന്നത്. എന്നാൽ ഹീറോയ്ക്ക് ലക്ഷ്മിയെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അവൻ അവളെ നിരസിക്കുക തന്നെയാണ് ചെയ്തത്. ഇതിൽ നായിക തകർന്നുപോയി. എന്തെങ്കിലും ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആവുന്ന ദിവസം തനിക്ക് സഞ്ജുവിനെ സ്വന്തമാക്കാമെന്ന് കരുതി ആ അവസരത്തിനായി അവൾ കാത്തിരുന്നു. എന്നാൽ അവൾക്കും ഹീറോയുടെ യഥാർത്ഥ സ്വഭാവം അറിയില്ലായിരുന്നു. ഹീറോയുടെ ബേക്കറിയിൽ അവന്റെ 4 സുഹൃത്തുക്കൾ മരിയോട് സംസാരിച്ചില്ലേ, അവിടെ സത്യത്തിൽ എന്താണ് നടന്നതെന്ന് വെച്ചാൽ
ഹീറോ ആ മുറിയിൽ മരിയോടൊപ്പം സംസാരിച്ചിരിക്കുമ്പോൾ അവന്മാർ വേണമെന്ന് വെച്ച് വാതിൽ മുട്ടി മരിയെക്കുറിച്ച് മോശമായി സംസാരിച്ചതായിരുന്നു. അവിടെ യഥാർത്ഥത്തിൽ മരിക്ക് ദേഷ്യം വന്നിരുന്നു. ആ 4 പയ്യന്മാരോട് സംസാരിക്കരുത്, അവരുമായി ഇടപഴകരുത് എന്ന് മരി തന്നെയാണ് ഹീറോയോട് പറഞ്ഞത്. എന്നാൽ ഹീറോയാണ് അത് കേൾക്കാതെ വീണ്ടും അവരുമായി സംസാരിച്ചത്. അതിനുശേഷം കല്യാണം കഴിക്കാമെന്ന ടോപ്പിക് വരുന്നത് പോലും മരി പറഞ്ഞതല്ല, ഹീറോയാണത് ചോദിച്ചത്. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ഹീറോയുടെ സത്യങ്ങളെല്ലാം നായികയായ ലക്ഷ്മി മനസ്സിലാക്കുകയും സ്വത്തിന് ആഗ്രഹിച്ചിട്ടാണ് അവൻ മരിയെ കല്യാണം കഴിച്ചതെന്ന് മനസ്സിലാക്കി മരിയോട് ഈ സത്യങ്ങളെല്ലാം നായിക പറയുകയും ചെയ്തു. സത്യത്തിൽ അവിടെ ഭയന്നു പോയത് മരിയാണ്. അതിനുശേഷം സിംഗപ്പൂർ ട്രിപ്പ് പോവാന്ന് പറഞ്ഞ ഹീറോ തന്നെയാണ് മരിയെ കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയിൽ കാടിനുള്ളിൽ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് തന്റെ 4 കൂട്ടുകാരെയും അവിടേക്ക് വിളിച്ചു വരുത്തി മരിയെ ഭീഷണിപ്പെടുത്തി അവളുടെ സ്വത്തുക്കൾ ഹീറോ തട്ടിയെടുക്കാൻ നോക്കുന്നു. ആ സ്ഥലത്ത് നായികയും ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു വലിയ സംഘർഷം നടക്കുന്നു. ആ സംഘർഷത്തിൽ മരിയെ അബദ്ധത്തിൽ ഹീറോ താഴേക്ക് തള്ളിയിടുന്നു. അപ്പോൾ ഒരു കല്ലിൽ തലയിടിച്ച് മരിയുടെ ജീവൻ അവിടെ വെച്ച് തന്നെ പോകുന്നു. ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഈ സംഭവം നടന്ന ഉടനെ ഹീറോയുടെ 4 കൂട്ടുകാരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. താൻ പോലീസിന്റെ പിടിയിലാവുമല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഹീറോ അവിടെ നിൽക്കുമ്പോൾ അവിടേക്ക് നായിക ലക്ഷ്മി വരുന്നു. തന്റെ കൂട്ടുകാരി മരി അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ട് അവൾ ഹീറോയുമായി വഴക്കിടുമെന്ന് കരുതുമ്പോൾ അവൾ അവിടെ ഒരു ഡീൽ സംസാരിക്കുകയാണ്. കുറെ നാളായി അവൾ ഹീറോയെ പ്രണയിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ നീ എന്നെ സ്നേഹിച്ച് കല്യാണം കഴിക്കണം. അങ്ങനെ കല്യാണം കഴിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നാൽ ഈ മരിയുടെ മൃതദേഹം ആർക്കും അറിയാത്ത രീതിയിൽ ഒളിപ്പിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം എന്നവൾ ഹീറോയുടെ ഡീൽ വെക്കുന്നു. നീ പറയുന്ന പോലെ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഹീറോ ലക്ഷ്മിയോടും സമ്മതിക്കുന്നു. അതിനുശേഷം ഹീറോയും ലക്ഷ്മിയും കൂടി മരിയുടെ ശരീരം എടുത്തുകൊണ്ടുപോയി അടുത്തുള്ള കാട്ടുമൃഗങ്ങളുള്ള ഒരു കാട്ടിൽ കൊണ്ടിടുന്നു. അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഈ കഥയെല്ലാം നായിക മാറ്റി പറഞ്ഞത്. തനിക്ക് ഇങ്ങനൊരു ഡിസോർഡർ ഉള്ളതുപോലെ കാണിക്കുകയും മരി എന്നൊരു പെൺകുട്ടി ഇല്ലാത്തതുപോലെ അത് തന്റെ ഭാവന മാത്രമാണെന്ന് പറഞ്ഞ് അവിടെയുള്ള എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ അവർ പണം നൽകി സ്വാധീനിക്കുകയും ചെയ്തു. ഇതെല്ലാം ഇപ്പോൾ ഹീറോയും നായികയും ചർച്ച ചെയ്യുകയാണ്. അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, ശരി വാ പോകാമെന്ന് പറഞ്ഞ് അവൻ കാറിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ കാറിന്റെ പിൻസീറ്റിൽ നിന്ന് അവനൊരു ശബ്ദം കേൾക്കുന്നു. ആരാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മരിച്ചു കിടന്ന കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയ മരി ഉണ്ടല്ലോ, അവൾ ഒരു പ്രേതമായി ആ കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നു. അത് കണ്ട് ഹീറോയ്ക്ക് വല്ലാത്ത ഭയം തോന്നുന്നുണ്ട്. അവൻ കാറിൽ നിന്നും പേടിച്ചരണ്ട് പുറത്തിറങ്ങി നിൽക്കുന്ന നായികയുടെ കൈയും പിടിച്ചുകൊണ്ട് ഓടുകയാണ്. അപ്പോഴാണ് വഴിയിൽ പോലീസുകാർ വരുന്നത്. എന്താ പ്രശ്നം, എന്തിനാണ് ഇങ്ങനെ രണ്ടുപേരും ഓടുന്നതെന്ന് ചോദിക്കുമ്പോൾ കാറിൽ ഒരു പ്രേതത്തെ കണ്ടെന്നും ആ പ്രേതത്തിന്റെ പേര് മരീചിക എന്നാണെന്നും ഹീറോ പറയാൻ വരുന്നു. എന്നാൽ അതിനു മുമ്പേ നായിക അവനെ തടഞ്ഞു നിർത്തി എന്താണെന്ന് നിങ്ങൾ തന്നെ നോക്കൂ സാർ എന്ന് പറഞ്ഞ പോലീസിനെയും അവിടെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പോലീസ് ആ കാറിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ലല്ലോ, രണ്ടുപേരും പൊക്കോ എന്ന് പറഞ്ഞ പോലീസുകാർ അവിടെ വെച്ച് തന്നെ അവരെ പറഞ്ഞു വിടുന്നു. നായിക കാറിൽ കയറിയിട്ട് നീ ആ മരീചികയെ ഓർത്ത് വെറുതെ ഭയക്കുകയാണ്, അവളുടെ ബോഡി നമ്മൾ സേഫ് ആയിട്ട് മാറ്റിയതല്ലേ, ഇനിയും പേടിക്കാതിരിക്കുക, ഈ ലോകത്ത് പ്രേതമൊന്നുമില്ല, ഇതൊക്കെ നിന്റെ തോന്നലാണെന്ന് പറഞ്ഞ് ഹീറോയെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹീറോയെ വീട്ടിലാക്കി നായിക അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ഹീറോ തന്റെ വീട്ടിൽ ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ രാത്രി നായിക അവനെ വീണ്ടും വിളിക്കുന്നുണ്ട്. എടാ, നീ ആ മരിയെ ഓർത്ത് പേടിച്ച് പ്രേതം വരുമെന്ന് കരുതി ഉറങ്ങാതിരിക്കുകയാണോ? ഞാൻ വേണമെങ്കിൽ നിനക്ക് കമ്പനി തരാൻ രാത്രി അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. നീ ഈ സമയത്ത് വിളിച്ച് വെറുപ്പിക്കല്ലേ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉറങ്ങിക്കോളാന്ന് പറഞ്ഞ് ഹീറോ ഫോൺ വയ്ക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഹീറോ കാർ ഓടിച്ചു പോവാണ്. ഒരു പാലത്തിന് മുകളിലൂടെ പോകുമ്പോൾ നടുവിലായി വീണ്ടും മരീചിക നിൽക്കുന്നു. അവളെ കണ്ടതും പാലത്തിൽ നിന്ന് വണ്ടി വെട്ടിച്ച് ഒരു കുഴിയിലേക്ക് ഹീറോ വീഴാൻ പോവാണ്. നോക്കുമ്പോൾ അതെല്ലാം ഒരു സ്വപ്നമാണ്. അവൻ ഇപ്പോഴും രാത്രി ഉറക്കത്തിൽ തന്നെയാണ്. ആ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണ്ടെന്ന് താഴെ വന്ന് ഫ്രിഡ്ജിൽ നിന്നും വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ സോഫയിൽ തന്റെ അടുത്ത് തന്നെ മരീചിക ഇരിക്കുന്നതായി അവൻ കാണുന്നു. അലറിക്കൊണ്ട് അവൻ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടുന്നു. ഇതെല്ലാം പിറ്റേ ദിവസം നായികയെ കണ്ട് അവൻ പറയുന്നുണ്ട്. എടാ, നിനക്കെന്താ ഭ്രാന്താണോ? എല്ലാ സിനിമകളും കണ്ട് നീ കേടായി പോയല്ലോ, മരീചിക എങ്ങനെ പ്രേതമായിട്ട് വരും, അതൊന്നും സാധ്യമല്ലടാ എന്ന് നായിക അവനോട് പറയുന്നുണ്ട്. ഇതെല്ലാം മാനസിക പ്രശ്നമാണെന്ന് അവൾ അവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. നായിക അവിടെ നിന്ന് പോയതിനു ശേഷം ആ കോഫി ഷോപ്പിലുള്ള എല്ലാവരും മരീചിക തന്നോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നതായി ഹീറോ കാണുന്നു. അവന് വല്ലാത്ത പേടി വരികയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൂരെ ഒരു പെൺകുട്ടി മരിയെ പോലെ നിൽക്കുന്നത് അവൻ കാണുകയാണ്. അവളെ പോയി നോക്കാൻ അവൻ ഓടി ചെല്ലുമ്പോഴേക്കും ഒരു വണ്ടി കുറുകെ വരുന്നു. ആ സമയത്ത് മരി അവിടെ നിന്ന് മറയുന്നു. ഇതെല്ലാം കോളേജിൽ വെച്ച് നായിക ലക്ഷ്മി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മരിയെ ഇവിടെ കണ്ടു എന്ന് അവൻ പറയാണ്. അയ്യോ, മരി എന്നൊരു പെൺകുട്ടി ഇല്ല, അവൾ പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്തിനാണ് ഇങ്ങനെ ഭ്രാന്തനെ പോലെ പെരുമാറുന്നത് എന്ന് അവൾ ചോദിക്കുകയാണ്. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നീ വിശ്വസിക്കില്ല, നിനക്ക് സംഭവിക്കുമ്പോൾ മാത്രമേ നിനക്ക് മനസ്സിലാവൂ എന്ന് പറഞ്ഞ് അവൻ പോവാണ്. ഇപ്പൊ നായിക ആ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അവൾ ചില സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ മരി നിൽക്കുന്നത് നായികയും കാണുന്നു. അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് ശരിക്കും ആളാണോ അതോ പ്രേതമാണോ എന്ന് മനസ്സിലാകാതെ അവൾ തരിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അവൾ ഹീറോയ്ക്ക് കോൾ ചെയ്തിട്ട്, എടാ, ഞാൻ മരിയെ കണ്ടു, അവൾ ശരിക്കും പ്രേതമായി വന്ന് നിൽക്കുകയാണെന്ന് തോന്നുന്നു, എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നുണ്ട്, അവൾ നിന്നെ ഉപദ്രവിക്കുന്നത് മനസ്സിലാക്കാം, നീയാണല്ലോ അവളെ കൊന്നത്, പക്ഷെ അവൾ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരി ലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ട്, ലക്ഷ്മി, നീ ആകെ മാറിപ്പോയല്ലോ എന്ന് സംസാരിക്കുന്നു. അപ്പോൾ ലക്ഷ്മിയും അവിടെ നിന്ന് ഭയന്നോടുന്നു. ഇപ്പോൾ നേരെ ഹീറോയുടെ അടുത്ത് വന്ന് ലക്ഷ്മി അവനെ കാണാണ്. എടാ, ഇനി മുതൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല, നമുക്ക് നിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാം,
അവൾ ശരിക്കും പ്രേതമായി തന്നെയാണ് വന്നിരിക്കുന്നത്, അവിടെ പോയി നമുക്ക് സേഫ് ആയിട്ടിരിക്കാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നു. ഗസ്റ്റ് ഹൗസിൽ വന്ന് ഇവർ പേടിയോടെ ഇരിക്കുമ്പോഴാണ് തലവേദന എടുക്കുന്നുണ്ടോ എങ്കിൽ ഈ ഐസ് ടീ കുടിക്കാന്ന് പറഞ്ഞ് മരി അവിടെ ഐസ് ടീ കൊണ്ടുവരുന്നത്. ആ മരിയുടെ പ്രേതത്തെ കണ്ടതും ഹീറോയും നായികയും വളരെ ഭയന്ന് മുറിയുടെ 2 മൂലകളിലായി പോയിരിക്കുന്നു. നമ്മുടെ കൈകൊണ്ടല്ലേ അവളെ തീർത്തത്, ഇവൾ എങ്ങനെ വീണ്ടും ജീവനോടെ വന്നു എന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരീചിക ഹീറോയുടെ അടുത്ത് ചെന്നിട്ട്, ഓ ഇപ്പൊ നീ ലക്ഷ്മിയുടെ കൂടെയാണുള്ളത്, അപ്പൊ എന്നെ വേണ്ടേ, നമ്മൾ കല്യാണം കഴിച്ചതല്ലേ, നിന്റെ ഭാര്യയെ നീ അതിനുള്ളിൽ മറന്നോ എന്ന് ചോദിക്കുകയാണ്. ഇവർ രണ്ടുപേർക്കും ഇത് ശരിയാണോ അതോ തോന്നലാണോ എന്ന് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു കണ്ണാടി എടുത്ത് ഹീറോയുടെ തലയ്ക്ക് തന്നെ മരി അടിക്കുന്നു. അയ്യോ അവനെ കൊന്നേ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ആ വീട്ടിൽ നിന്നും നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാതെ നായിക വീണ്ടും അതേ പോലീസ് സ്റ്റേഷനിൽ വന്ന് അതേ ഇൻസ്പെക്ടറെ കാണുന്നു. സാർ, ആ മരീചിക വീണ്ടും വന്ന് എന്റെ സഞ്ജുവിനെ കൊന്നു സാർ എന്ന് പറയുന്നു. ഇൻസ്പെക്ടർക്കും ഈ പെൺകുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ കൂടെയുള്ള കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, 6 മാസം മുമ്പ് പരാതിയുമായി വന്ന അതേ പെൺകുട്ടിയാണെന്ന്. എന്താ നിനക്ക് വീണ്ടും ആ മരീചികയുടെ പ്രശ്നം വന്നോ? അതൊക്കെ നിന്റെ തോന്നലാണെന്ന് ഡോക്ടർ അന്നേ പറഞ്ഞില്ലേ, ഇപ്പൊ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാണ്. അല്ല സാർ, ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചു സാർ, ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് കരുതി. എന്നാൽ ആ സഞ്ജുവിനെ ഇപ്പൊ ശരിക്കും മരി കൊന്നു സാർ. ഞാൻ മുമ്പ് പറഞ്ഞതൊക്കെ കള്ളായിരുന്നു സാർ, ഇപ്പൊ പറയുന്നത് സത്യമാണ് എന്ന് അവള് പറയുന്നു. എന്നാൽ പോലീസിന് അത് വീണ്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ശരിക്കും ആ മരി വെള്ള ചുരിദാറൊക്കെ ഇട്ട് കടന്നു വരുന്നത്. നിങ്ങളാരാ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ ഞാനാണ് സാർ മരീചിക എന്നവർ പറയുന്നു. പോലീസുകാരൻ ഞെട്ടിപ്പോവാണ്. നീ മരിച്ചു പോയെന്നാണല്ലോ ഈ പെൺകുട്ടി പറയുന്നത്, അപ്പൊ നീ പ്രേതാണോ എന്ന് പോലീസിന് സംശയം വരുന്നു. അയ്യോ സാർ, ഞാൻ പ്രേതമൊന്നുമല്ല, എന്റെ ഭൂമിയൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഇനി ഞാൻ ലണ്ടനിലേക്ക് പോകണം. എന്നെ കണ്ടതും എന്റെ കൂട്ടുകാരി ലക്ഷ്മി ഭയന്നോടി, അതാണ് എന്താണ് പ്രശ്നം എന്നറിയാൻ സ്റ്റേഷനിൽ വന്നത് എന്ന് മരി പറയുന്നു. ഇൻസ്പെക്ടർ ശരിക്കും ഞെട്ടിപ്പോവാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് അയാൾ ചിന്തിക്കുകയാണ്. നായിക ലക്ഷ്മി ഗസ്റ്റ് ഹൗസിൽ വെച്ച് തന്റെ കാമുകനെ ഈ മരി കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്പെക്ടർ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി നോക്കുകയാണ്. എന്നാൽ അവിടെ സഞ്ജുവിന്റെ മൃതദേഹമൊന്നുമില്ല. അപ്പോൾ നായികയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. സാർ, ഇവിടെ വെച്ചിട്ടാണ് കൊന്നത്, ഇവിടെയാണ് സഞ്ജു വീണ് കിടന്നത് എന്ന് അവൾ പറയുന്നു. ഇപ്പോൾ ഇൻസ്പെക്ടർ മറ്റൊരു പോലീസുകാരനെ വിളിച്ചിട്ട്, ഈ സഞ്ജു ഏതോ ബേക്കറി നടത്തുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടേക്കൊന്ന് പോയി നോക്ക് എന്ന് പറയാണ്. ഇൻസ്പെക്ടറും ആ ബേക്കറിയിൽ വന്ന് നോക്കുമ്പോൾ ആ ബേക്കറി അടച്ചിട്ടിരിക്കുകയാണ്. അടുത്തുള്ള ഒരു തയ്യൽക്കാരനെ വിളിച്ചിട്ട്, ഈ ബേക്കറി എത്ര കാലമായി ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ്. 2 വർഷമായി സാർ ഇത് അടച്ചിട്ടിട്ട്. എന്തുകൊണ്ടാണ് അടച്ചിട്ടിരിക്കുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ, സഞ്ജു എന്ന പേരുള്ള ആളാണ് ഈ ബേക്കറി നടത്തിയിരുന്നത്. 2 വർഷം മുമ്പ് ലവ് ഫെയിലിയർ കാരണം അയാൾ ആത്മഹത്യ ചെയ്തു സാർ. ഈ ബേക്കറിക്കുള്ളിൽ വെച്ചാണ് മരിച്ചത്. അതിനുശേഷം അയാളുടെ പ്രേതം ഈ സ്ഥലത്ത് ചുറ്റിത്തിരിയുന്നതായി കണ്ട് പിന്നീട് വാടകയ്ക്ക് വന്ന 2 പേര് സ്ഥലം കാലിയാക്കി പോയി. അതിനുശേഷം ഇവിടേക്ക് ആരും വരാറില്ല, അതുകൊണ്ടാണ് ഈ ബേക്കറി സ്ഥിരമായി അടച്ചിട്ടിരിക്കുന്നത് എന്നയാൾ പറയുന്നു. ഇപ്പോൾ നായിക ലക്ഷ്മിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ഇത്രയും നാൾ സ്നേഹിച്ച സഞ്ജു അപ്പൊ പ്രേതമായിരുന്നു. ഇൻസ്പെക്ടറും പറയുന്നുണ്ട്, അല്ല, ഈ സഞ്ജുവിനെ ഞാനൊരു 6 മാസം മുമ്പ് കണ്ടതാണല്ലോ, അപ്പോൾ അതാരായിരുന്നു എന്ന്. അതൊന്നും എനിക്കറിയില്ല സാർ, ഈ സഞ്ജുവിനെ ഇടയ്ക്ക് പലരും കണ്ടതായും പ്രേതമായി വന്നതായിട്ടും ഒക്കെ പറയും എന്ന് അയാൾ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പൊ കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട്, അന്ന് നീ ഈ ബേക്കറിയിൽ നിന്നാണോ ഈ സഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല, അന്ന് വഴിയിലെ ഒരു തയ്യൽക്കടയിൽ നിന്നാണ് ഞങ്ങൾ അവനെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് അയാൾ പറയുന്നു. അപ്പോൾ അന്ന് സ്റ്റേഷനിലേക്ക് സഞ്ജുവായി വന്നത് വേറൊരു പയ്യനാണെന്ന് ഇൻസ്പെക്ടർ വിചാരിക്കുന്നു. വീണ്ടും ഈ നായികയ്ക്ക് തന്നെ ഭ്രാന്താണെന്ന് ഉറപ്പിച്ച് ഇൻസ്പെക്ടർ നായികയെ സ്ഥിരമായ മെന്റൽ ഹോസ്പിറ്റലിൽ ചേർക്കുന്നു. കൂട്ടുകാരിക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്ന രീതിയിൽ ഈ മരീചിക തന്റെ സ്ഥലമൊക്കെ വിറ്റ് ലണ്ടനിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് ഈ കഥ കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കുറച്ചുനാൾ മുമ്പ് ഹീറോയോട് എന്റെ മോളെ നീ നോക്കുകയാണോ എന്ന് ചോദിച്ചൊരു അച്ഛനുണ്ടായിരുന്നില്ലേ? അയാൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് തന്റെ മകളെ കാണാനില്ല എന്ന് പരാതിപ്പെടുന്നു. അയാൾ അങ്ങനെ പരാതിപ്പെടുമ്പോഴാണ് ഇൻസ്പെക്ടർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ ഈ നായിക ലക്ഷ്മിയുടെ കേസ് എന്താണെന്ന് അയാൾക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഹീറോയും നായികയും ചേർന്ന് മരീചികയുടെ ബോഡി കൊണ്ടുപോയി ഒരു കാട്ടിലിട്ടിരുന്നില്ലേ? എന്നാൽ മരീചിക യഥാർത്ഥത്തിൽ അവിടെ മരിച്ചിരുന്നില്ല. അവരവിടെ നിന്നും രക്ഷപ്പെട്ടു. അവിടെയുള്ള ചില ആദിവാസികൾ അവർക്ക് ചികിത്സ നൽകി രക്ഷിച്ചെടുത്തു. അപ്പോഴാണ് സഞ്ജു തന്നോട് ചെയ്ത ചതികൾ മരീചിക മനസ്സിലാക്കുന്നത്. അന്യായമായി തന്റെ സ്വത്തിന് ആഗ്രഹിച്ച് തന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് കരുതി അവനോട് പ്രതികാരം ചെയ്യണമെന്ന് അവൾ തീരുമാനിച്ചു. അതിനുശേഷം ആ പ്രേതത്തെ പോലെ അവൾ വേഷം മാറി വന്ന് അവന്റെ കാറിൽ കയറിയിരുന്നതും വീട്ടിൽ വന്ന് വെള്ളം ചോദിച്ചതും റെസ്റ്റോറൻറ്റിൽ ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പണം കൊടുത്ത് അഭിനയിപ്പിച്ചതും കോളേജിൽ ദൂരെ നിന്ന് ഭയപ്പെടുത്തിയതും അതുപോലെ നായികയുടെ മുന്നിലും സൂപ്പർ മാർക്കറ്റിൽ പ്രേതത്തെ പോലെ നിന്നതെല്ലാം ഈ യഥാർത്ഥ മരി തന്നെയാണ്. പ്രേതമായി അഭിനയിക്കുകയാണ് അവൾ ചെയ്തത്. അങ്ങനെ അഭിനയിച്ച ഒരു ഘട്ടത്തിൽ ഹീറോയുടെ കഥ യഥാർത്ഥത്തിൽ തന്നെ ആ വീട്ടിൽ വെച്ച് മരി അവസാനിപ്പിച്ചു. തന്നെ ഏത് കാട്ടിലാണോ അവർ വലിച്ചെറിഞ്ഞത് അതേ കാട്ടിൽ തന്നെ ഹീറോയുടെ ബോഡിയും അവരെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. അതിനുശേഷം അടുത്തുള്ള നാട്ടുകാർക്കൊക്കെ പണം കൊടുത്ത് 2 വർഷം മുമ്പേ ഹീറോ ആത്മഹത്യ ചെയ്തുവെന്ന് പോലീസിനോട് പറയാൻ ഏർപ്പാടാക്കി. അതുകൊണ്ടാണ് ആ തയ്യൽക്കാരൻ അങ്ങനെ പറഞ്ഞത്. ഇതെല്ലാം ഇപ്പോൾ സ്റ്റേഷനിലുള്ള ഇൻസ്പെക്ടർ സഞ്ജുവിന്റെ അച്ഛനെ ഫോൺ ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കുന്നു. ചുരുക്കത്തിൽ സെക്കൻഡ് ഹീറോയിനായ മരീചിക തന്നോട് ഇത്രയും ക്രൂരത ചെയ്ത സഞ്ജുവിനെ കൊലപ്പെടുത്തി പ്രതികാരം ചെയ്തു.
മറുവശത്ത് തന്നോട് ചതി ചെയ്ത കൂട്ടുകാരി ലക്ഷ്മിയെ യഥാർത്ഥത്തിൽ തന്നെ ഭ്രാന്തിയാക്കി. അവൾ എങ്ങനെ ഭ്രാന്തിയാണെന്ന് അഭിനയിച്ചോ അതുപോലെ തന്നെ അവളെ യഥാർത്ഥത്തിൽ ഒരു മാനസിക രോഗിയാക്കി മാറ്റി ഹോസ്പിറ്റലാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്റെ സ്ഥലങ്ങളെല്ലാം വിറ്റ് അവർ സുരക്ഷിതമായി ലണ്ടനിൽ പോയി സെറ്റിൽ ആവുകയും ചെയ്തു. ഇപ്പോൾ പോലീസിന് അവളെ അറസ്റ്റ് ചെയ്യാനും കഴിയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയുടെ കഥയും ഇവിടെ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.